തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി കേവലം മാസങ്ങൾ മാത്രം ശേഷിക്കെ മുന്നണികൾ വലിയ പദ്ധതികളാണ് അണിയറയിൽ ഒരുക്കുന്നത്. ഏത് വിധേനയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം നേടി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖം മിനുക്കാനാണ് മുന്നണികൾ ശ്രമിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്ത് കോൺഗ്രസിന്റെയും BJPയുടെയും തലപ്പത്ത് പുതിയ നേതൃത്വങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. KPCC അധ്യക്ഷനായി പേരാവൂർ MLA സണ്ണി ജോസഫും BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറും കടന്നു വന്നതോടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് പുതിയ രൂപവും ഭാവവും കൈവരും എന്നതിൽ സംശയമില്ല. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ആദ്യത്തെ പ്രധാന ദൗത്യമായതിനാൽ അരയും തലയും മുറുക്കിയാണ് BJP രംഗത്തിറങ്ങുന്നത്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇടതു വലത് മുന്നണികളുടെ സ്ഥാനാർത്ഥി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്നാൽ BJP നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന പ്രഖ്യാപനം നേരത്തെ നടത്തിയിരുന്നു. BJPയുടെ പ്രധാന ഫോക്കസ് തദ്ദേശ തെരഞ്ഞെടുപ്പാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു. മൊത്തം കേരളത്തിന്റെ സ്ഥിതി നിലമ്പൂരുമുണ്ട്. വികസിത കേരളം എന്ന പിണറായി സർക്കാർ മുന്നോട്ട് വെക്കുമ്പോൾ നിലമ്പൂരിലും വികസനം നടന്നിട്ടില്ലെന്നത് യാഥാർത്ഥ്യമാണ്. ഈ കേരളത്തിന് നഷ്ടപ്പെട്ട ദശകത്തിന്റെ കാരണമല്ലേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. ആർക്കും ഗുണകരമല്ലാത്ത അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേതെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കില്ല. 6 മാസം മാത്രമായിരിക്കും പുതിയ MLAയുടെ കാലാവധി. സംസ്ഥാനത്തെ മാറുന്ന രാഷ്ട്രീയത്തിന്റെ ബലം നിലമ്പൂരിലും ലഭിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 3 പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളായ തൃശൂർ, കൊല്ലം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ വിജയിച്ചു കയറാനാണ് പാർട്ടി ലക്ഷ്യം വെക്കുന്നത്. കോൺഗ്രസ്, NSS, ക്രൈസ്തവ മേഖലകളിൽ വലിയ മുന്നേറ്റമാണ് പാർട്ടിയുടെ ലക്ഷ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വെറും 1 വർഷം മാത്രം ബാക്കി നിൽക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ശക്തി തെളിയിക്കണം. ഇതിനായുള്ള പദ്ധതികൾ അണിയറയിൽ തയ്യാറാവുകയാണ്. കയ്യിലുള്ള സീറ്റുകൾ നിലനിർത്തുക എന്നതിനു പുറമെ മികച്ച വിജയം അല്ലെങ്കിൽ സാന്നിധ്യം ശക്തമാക്കുക എന്നതാണ് പ്രാഥമികമായി പാർട്ടിയുടെ ലക്ഷ്യം. നിലവിൽ സംസ്ഥാനത്ത് പാലക്കാട്, പന്തളം മുനിസിപ്പാലിറ്റികൾ BJPയാണ് ഭരിക്കുന്നത്. 19 ഗ്രാമപഞ്ചായത്തുകളിലും പാർട്ടി ഭരണത്തിലുണ്ട്. 1600ഓളം വാർഡ് മെമ്പർമാരും പാർട്ടിക്കുണ്ട്. ഇത് ഗണ്യമായി വർദ്ധിപ്പിക്കുക എന്നതിനാണ് പ്രഥമ പരിഗണന. മുൻ വർഷങ്ങളിലേതിന് വിപരീതമായി താഴേക്കിടയിലുള്ള പ്ലാനിങ്ങിൽ വരെ സംസ്ഥാന അധ്യക്ഷൻ ഇടപെടുന്ന രീതിയിലാണ് BJP മുന്നോട്ടു പോകാൻ പദ്ധതിയിടുന്നത്. 5 അംഗങ്ങളുള്ള ഒരു ടീമിനെയും ഓരോ വാർഡിലും BJP സജ്ജമാക്കിയിട്ടുണ്ട്. ഓരോ പഞ്ചായത്തിലും വിജയിക്കേണ്ട സീറ്റുകളുടെ എണ്ണവും മറ്റ് ലക്ഷ്യങ്ങളും സംസ്ഥാന നേതൃത്വം തയ്യാറാക്കും. മെയ് മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിൽ കൺവെൻഷനുകളും നടത്തും. പഞ്ചായത്തിലെ ചുമതലകൾ ആർക്കെന്നത് പിന്നീട് തീരുമാനിക്കും. കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ കടന്നു കയറുക എന്നതിനായിരിക്കും പാർട്ടിയുടെ പ്രഥമ പരിഗണന. പിന്നീട് CPIM കേന്ദ്രങ്ങളിലേക്ക് നീങ്ങാനാണ് പദ്ധതി. ഈഴവ, പിന്നാക്ക, പട്ടികജാതി വിഭാഗങ്ങളിലുള്ള വാർഡുകളിൽ കാലുറപ്പിക്കുക എന്നതും പാർട്ടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഇത്തരത്തിൽ രാജീവിലൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയക്കൊടി പാറിപ്പിക്കാനാണ് BJP ശ്രമിക്കുന്നത്. ഇത് എത്രത്തോളം സാധ്യമാകുമെന്ന് കാത്തിരുന്നു കാണാം.